ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇനി ഞാനൊരു ഗോബി റെസിപ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ക്യാബേജ് കൊണ്ടൊരു ഗോബി റെസിപ്പി ആയിട്ട്. ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാമല്ലോ. അതിനായിട്ട് ഞാൻ ക്യാബേജ് മുറിച്ചെടുത്തിട്ടുണ്ട് ചെറുതായിട്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞളും 1 സ്പൂണ് മുളക് പൊടി 2 സ്പൂണ് മൈദ കൂട്ടിയിട്ടുണ്ട്. പിന്നെ 2 സ്പൂണ് കോൺഫ്ലോർ. ഇത്ര കൂട്ടിയിട്ട് കുറച്ച് വെള്ളം കൂട്ടിയിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. കോൺഫ്ലോർ 2 സ്പൂൺ കൂട്ടിയാൽ മതിയാവും. ഇതൊന്ന് മിക്സാക്കി എടുത്തിട്ട് ഞാൻ എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്കിട്ട് പൊരിക്കുന്നുണ്ട്. ഇപ്പോൾ പൊരിച്ചിട്ടായിട്ടുണ്ട്. അതായിട്ടാകുമ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ മസാല ആക്കണമല്ലേ. അതിനായിട്ട് ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ വെച്ചിട്ട് അതിലേക്ക് ഞാൻ മുറിച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി കൂട്ടുന്നുണ്ട്. അതൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അതൊന്ന് ചുവന്നിട്ടാവുന്നത് വരെ വറുത്തെടുക്കുന്നുണ്ട്. ചുവന്നിട്ട് വറുത്തിട്ടാകുമ്പോൾ അതിലേക്ക് ഞാൻ ചെറുതായിട്ട് മുറിച്ച ഉള്ളി കൂട്ടുന്നുണ്ട്. ഉള്ളി കൂട്ടിയിട്ട് വറുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും കൂട്ടിയിട്ട് ഉള്ളി വാട്ടിയിട്ടെടുക്കുന്നുണ്ട്. അതൊന്ന് വാടി കിട്ടുമ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് നല്ലോണം വാടണം. അതായിട്ടാകുമ്പോൾ അതിലേക്ക് സോസ് കൂട്ടുന്നുണ്ട്. 2 സ്പൂൺ ടൊമാറ്റോ സോസ്, 2 സ്പൂൺ സോയ സോസ്, 1 സ്പൂൺ ചില്ലി സോസ് കൂട്ടിയിട്ട് മിക്സാക്കിയിട്ട് ഞങ്ങൾ വറുത്ത് വെച്ച ഗോബി ഉണ്ടല്ലോ അത് ഇതിലേക്ക് കൂട്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ 1 സ്പൂണ് കോൺഫ്ലോർ വെള്ളത്തിൽ മിക്സാക്കിയിട്ട് ഇതിലേക്ക് കൂട്ടിയിട്ട് ഇളക്കിയിട്ട് മുകളിൽ മല്ലിയിലയും ഉള്ളിയിട്ട ഞങ്ങളുടെ ഗോബി റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി. താങ്ക് യു.